സറാം കെടാമെന്ന് പേരുള്ള ഒരു സന്തോഷകരമായ ഗ്രാമമുണ്ടായിരുന്നു. അവിടെ എല്ലാരും സന്തോഷമായി ജീവിച്ചു വന്നു. പിന്നെ കുടുംബം നല്ലോണം പോറ്റി വന്നു. സറാംകട ഗ്രാമത്തിൽ എല്ലാ വർഷവും എക്സിബിഷൻ നടക്കും. അച്ഛാ അച്ഛാ, എനിക്ക് ആ റെയിൽ വണ്ടി ബൊമ്മ വാങ്ങി തരുവെന്നേ. എനിക്ക് ട്രെയിനിൽ കളിക്കാൻ കൊതിയാകുന്നു, വാങ്ങിച്ചു തരൂ അച്ഛാ. ഇവിടെ നോക്കു മോനെ, നിനക്കെന്നെ അറിയാലോ, എന്റെ കയ്യിലുള്ള എല്ലാ കാശും വെച്ചിട്ട് വീട്ടിന് ആവശ്യമുള്ള എല്ലാ സാധനവും വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഉത്സവത്തിൽ നിനക്ക് പാവകൾ വാങ്ങിട്ട് വരണോ? ഇല്ലച്ചാ, എനിക്ക് ആ ട്രെയിൻ വേണമെന്ന് വെച്ചാൽ വേണം തന്നെ, ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരില്ല. ഇപ്പൊ ഞാൻ നിനക്ക് എവിടുന്ന പുതിയ പാവ വാങ്ങിട്ട് വരിക? എങ്ങനെ വാങ്ങിത്തരാൻ പറ്റും? ആ, എനിക്ക് ഓർമ്മ വന്നു. നിന്റെ അമ്മ നിനക്ക് വേണ്ടി വീട്ടിൽ മുമ്പ് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ നീ. അതെയോ? നേരാണോ? എങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യമാണച്ചാ. സഞ്ജയ് തന്റെ മകൻ ടോണിയെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്നതും ടോണിക്ക് മനസ്സിലായി വീട്ടിൽ ഒരു ബൊമ്മയും ഇല്ല എന്ന്. അവൻ തന്റെ അച്ഛൻ പിന്നെ അമ്മ രൂപയോട് എന്തു പറഞ്ഞെന്നാൽ, അപ്പോ നിങ്ങൾ എപ്പോഴും എന്നോട് നുണ പറയുന്നു. നിങ്ങളും എനിക്ക് ബൊമ്മ വാങ്ങി തരുന്നില്ല, നല്ല തുണിയും വാങ്ങി തരുന്നില്ല. ഗ്രാമത്തിലുള്ളവരൊക്കെ എന്നെ എങ്ങനെ കളിയാക്കുന്നെന്ന് അറിയാമോ? എന്റെ കീറിയ വസ്ത്രം കണ്ടിട്ട് എന്നെ പിച്ചക്കാരൻ പിച്ചക്കാരൻ എന്ന് വിളിക്കുന്നു. ടോണി ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് രൂപയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പിന്നെ അവൾ തന്റെ ഭർത്താവ് സഞ്ജയോട് എന്തു പറഞ്ഞെന്നാൽ, ടോണി പറയുന്നത് നേരാണ്. നമ്മൾ ഇതുവരെ അവന് ഒരു സന്തോഷവും നൽകിയിട്ടില്ല, നല്ല വസ്ത്രങ്ങളും നല്ല ബൊമ്മകളും വാങ്ങിക്കൊടുത്തിട്ടില്ല. എത്ര ദിവസം ദൈവം നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തുമെന്ന് അറിയില്ല. ഇതിൽ നമ്മുടെ പുറത്തെ ഒരു കുറ്റവുമില്ല. നീ ഒന്നിനെ പറ്റി വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഏർപ്പാട് ചെയ്യാൻ നോക്കാം. പിന്നെ ടോണീന് ഞാനൊരു പാവ്യം ഡ്രസ്സും വാങ്ങിട്ട് വരാം. ഇങ്ങനെ പറഞ്ഞിട്ട് സഞ്ജയ് തന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ താൻ വളർത്തുകൊണ്ടിരുന്ന ആടുകളിൽ ഒരു കുട്ടി ആടിനെ കൊണ്ടുപോയി വിറ്റു. മുതലാളി, മുതലാളി, ഇതെടുത്തോളൂ. ഈ ആട് നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. ഇതിന്റെ പേര് ബോളിയാണ്. ഇത് വളരെ നല്ല ആടായിട്ടുണ്ട്. ഇത് നീ എത്രയ്ക്കാണ് വിൽക്കാൻ പോകുന്നത്? മാർക്കറ്റിൽ ഇതിന്റെ വില മുഴുവന് 2000 രൂപയാണ്. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലെ ആളാണ്, അതുകൊണ്ട് 1950 തരാം. എന്താ നീ തമാശ കളിക്കണോ സഞ്ജയ്? നീ വെറും 50 രൂപയാണോ കുറവാക്കുന്നത്? അതും ഈ ഗ്രാമത്തിന്റെ ആൾക്കാരന്? നീ മൊത്തം 500 രൂപ കുറവാക്കിയിട്ടുണ്ടാവണം. നീ എന്താ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്? എന്നാ ശരി, നിങ്ങൾ അതുപോലെ തന്നെ തന്നേക്ക്. എനിക്ക് ആ പണം തന്നെ ഓക്കെയാണ്. തലവൻ ഉടനെ തന്റെ പോക്കറ്റിൽ നിന്നും 1500 രൂപ കാശെടുത്തു. എന്നിട്ട് സഞ്ജയ്ക്ക് നൽകി. ഇക്കാര്യത്തെക്കുറിച്ച് സഞ്ജയുടെ ഭാര്യ രൂപയ്ക്ക് ഒന്നും തന്നെ അറിയില്ല. അച്ഛാ, എനിക്ക് വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു അച്ഛാ. ശരി, കളിച്ചോളൂ. പക്ഷെ പഠിക്കുന്നത് മറക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ അമ്മ വല്ലാതെ ദേഷ്യപ്പെടും. ഈ ട്രെയിൻ നിങ്ങൾ എപ്പോഴാ ടോണിക്ക് വാങ്ങിക്കൊണ്ട് വന്നേ? നമ്മുടെ ടോണി കരയുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വേഗം തന്നെ ആ ബൊമ്മ പോയി ഞാൻ വാങ്ങിട്ട് വന്നത്. പക്ഷെ ഇത്ര പെട്ടെന്ന് കാശിന് നിങ്ങൾ എന്തു ചെയ്തോ? അത് പിന്നെ നമ്മുടെ ബോണീനെ ഞാൻ മുതലാളിനടുത്ത് 1500 രൂപയ്ക്ക് ഞാൻ വിറ്റ് കഴിഞ്ഞു. നമുക്ക് പണം ആവശ്യമായിരുന്നു. പിന്നെ ടോണി കരഞ്ഞോണ്ടിരുന്നതല്ലേ. നിങ്ങൾ ഇപ്പൊ ചെയ്തത് ഒട്ടും ശരിയല്ല ചേട്ടാ. നിങ്ങളിപ്പോൾ വ്യാപാരം ചെയ്ത് കാശ് വാങ്ങിട്ട് വന്നു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഒരു പ്രയോജനവുമില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത്? നമ്മുടെ സ്ഥിതി ഇപ്പൊ ശരിയല്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തല്ലേ പറ്റുള്ളൂ. ദൈവം എത്ര ദിവസത്തേക്ക് നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമെന്ന് അറിയില്ല. നമ്മളെ ഇത്രയും കഷ്ടപ്പെടുത്തിയത് അദ്ദേഹത്തിന് മതിയായില്ലേ? മാസം 1 കഴിഞ്ഞു. സഞ്ജയുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് യാതൊരു കുറവുമില്ലായിരുന്നു. എന്താ കാര്യം സഞ്ജയ്? ഇന്ന് രാവിലെ തന്നെ നീ ഇങ്ങോട്ട് വന്നിരിക്കണ്ടല്ലോ. മുതലാളി, പണമാണ് ആവശ്യമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വഴി എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ ആട് വിറ്റിട്ട് പോന്ന് വിചാരിച്ചു. ആട് വളരെ നന്നായിട്ടുണ്ട് സഞ്ജയ്. ഇതാ നീ ചോദിച്ച കാശ്. മുതലാളി, ആ ആട് ബോളിനെക്കാട്ടും വളരെ കൂടുതലാണ്. നിങ്ങൾ എന്താ 1500 തരുന്നത്? ഇത് വളരെ മോശമാണ് തലവരെ. എടാ, നിനക്ക് ഈ വിലയെ കിട്ടുള്ളൂ. എന്നെക്കാളും വേറെ ആരും നിനക്ക് ഈ നേരത്തിൽ കാശ് തരാൻ സഹായിക്കില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താ, ഇല്ലെങ്കിൽ നീ വിട്ടേക്ക്. ശരി മുതലാളി. തലവൻ സഞ്ജയുടെ അവസ്ഥ മനസ്സിലാക്കി അത് അദ്ദേഹം ഉപയോഗിക്കാൻ നോക്കി. സഞ്ജയ്ക്ക് ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാനായില്ല. അദ്ദേഹം സങ്കടത്തോടെ തല കുനിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഈ മാസം വളരെ കഷ്ടമായിട്ടുണ്ട്. പലവ്യഞ്ജന സാധനങ്ങളെല്ലാം വാങ്ങി. പക്ഷെ മറ്റുള്ള ചെലവിന് നമ്മൾ ഇനി എന്തു ചെയ്യും? 2 ആടും കൊണ്ടുപോയി വിറ്റു കഴിഞ്ഞു. ഇപ്പോൾ 1 ബാക്കിയുള്ളത്. മുതലാളി അല്ലാതെ
ഈ ആട് വേറെ ആരും വാങ്ങുന്നില്ലല്ലോ. ഈ സ്ഥിതി അയാൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം കുറഞ്ഞ വിലയിലാണ് കാശ് തരുന്നത്. അമ്മേ, ഞാൻ പഠിച്ചു കഴിഞ്ഞു. പുറത്ത് ചെന്ന് കളിക്കട്ടെ അമ്മേ? ആ ശരി മോനെ, ചെല്ല് കളിക്ക്. പക്ഷെ പെട്ടെന്ന് വീട്ടിലേക്ക് വരണേ. ടോണി സഞ്ജയ് രൂപയും സംസാരിക്കുന്നത് കേട്ട് വളരെ സങ്കടത്തിലായിരുന്നു. അങ്ങനെ വിഷമത്തോടെ നടന്നുകൊണ്ടിരുന്ന ടോണി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികൾ തേൻകൂട്ടിൽ കല്ലെറിയുന്നത് അവൻ കണ്ടു. ഏട്ടാ, നിങ്ങൾ എന്തിനാ അതിനു മുകളിൽ കല്ലെറിയുന്നത്? തേനീച്ചകൾക്ക് അത് സങ്കടമായിരിക്കില്ലേ? കുട്ടികൾ ടോണി പറയുന്നത് കേൾക്കാതെ ആ തേൻകൂട്ടിൽ കല്ലെറിഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ തേനീച്ചകൾ അവരെ കൊട്ടാൻ തുടങ്ങി. പിന്നെ അവരവിടെ നിന്നും ഓടി. അപ്പോഴാണ് അവിടെ വനദേവത വന്നത്. അമ്മേ, നിങ്ങൾ ആരാണ്? ഞാൻ വനദേവി. ഞാനും കണ്ടു. നീ ആ കുട്ടികളെ പോലെ തേൻകൂട്ടിലേക്ക് കല്ലെറിഞ്ഞതേ ഇല്ല. പിന്നെ നീ ആ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു ഇത് തെറ്റാണെന്ന്. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. നീ എന്തെങ്കിലും നിന്റെ ഒരു ആഗ്രഹം ചോദിക്ക്, ഞാൻ അത് നിറവേറ്റി വെക്കാം. ടോണി ഒരു സെക്കൻഡ് ആലോചിച്ചു. അപ്പോഴാണ് അവന് തന്റെ വീടിന്റെ കഷ്ടം തോന്നിയത്. ഇവിടെ ഞങ്ങൾക്ക് ഇതുപോലെ തേൻകൂട് പോലെ ഒരു വീട് നൽകൂ. അതിൽ ഞാൻ, അമ്മ, പിന്നെ അച്ഛൻ 3 പേരും ഇരിക്കാം. പിന്നെ ഇതിലുള്ള തേൻ വ്യാപാരം ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെ കഷ്ടവും തീരണം. തഥാസ്തു. എന്താ ഇത്? ഈ തേൻകൂട് എങ്ങനെയാ ഒരു വീടായിട്ട് മാറിയത്? ഞാനും അതിനെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തൊരു അത്ഭുതമാണ്. അമ്മേ, ഞാൻ എത്തിക്കഴിഞ്ഞു. ഹായ് അമ്മേ, ആ വനദേവി വരം കൊടുത്തതുപോലെ തന്നെ സംഭവിച്ചു കണ്ടോ? ടോണി സഞ്ജയോടും രൂപയോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ വനദേവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മൊത്തം കഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തീരാൻ പോവുകയാണ്. അതെ ചേട്ടാ, ഈ തേന് വ്യാപാരം ചെയ്ത നമ്മളുടെ എല്ലാ കഷ്ടങ്ങളും തീരും. ഇനി നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട അച്ഛനമ്മേ. ഇല്ല മോനെ, നീ വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇനി മുതൽ നീ കീറിയ തുണി ഇടാൻ ഒരു ആവശ്യമില്ല. ഇനി നീ ബൊമ്മകൾക്ക് വേണ്ടി കരയാൻ ആവശ്യമില്ല. ഇപ്പോൾ നാളെ മുതൽ നിങ്ങൾ ഇത് വിൽക്കാൻ തുടങ്ങിയേക്കോ. സഞ്ജയ് തന്റെ വീടിനു പുറത്തായി തേനിന്റെ കട തുടങ്ങി. പിന്നെ ജനങ്ങൾക്കിടയിൽ തേൻകൂട് വീടിന്റെ കാര്യം തീ പോലെ പടരാൻ തുടങ്ങി. ഒരുപാട് ജനങ്ങൾ വന്നു. എടാ സഞ്ജയ്, ഇപ്പോഴല്ലേ നീ കുറച്ചു ദിവസം മുമ്പ് ആട് വിൽക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നത്? അതിൻ്റെ ഉള്ളിൽ നീ എങ്ങനെ ഈ തേൻകൂട് വീട് കെട്ടിയത്? ഇവിടെ നോക്കൂ മുതലാളി, ഞങ്ങൾക്ക് ആ വനദേവിന്റെ അനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ തേനും വളരെ നല്ല രുചിയുമുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഇത് മരുന്ന് പോലെ ജോലിയും ചെയ്യും. കുറച്ചു ദിവസം മുമ്പാണ് ഇവൻ എൻ്റെ അടുത്ത് ആടുകൾ പാവമായിട്ട് വിറ്റത്. പക്ഷെ ഇപ്പൊ ഇവനെ നോക്ക്. തലവൻ അസൂയയിൽ മനസ്സിനകത്ത് സഞ്ജയിന് വഴക്കു പറഞ്ഞുകൊണ്ടേ പോയി. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് ആ വീട് എങ്ങനെങ്കിലും സ്വന്തമാക്കണം. ഇപ്പൊ നമ്മുടെ അടുത്ത് കുറെ പണം വരാൻ തുടങ്ങി. നമ്മുടെ എല്ലാ കഷ്ടങ്ങളും എങ്ങനെ പോവാനും തുടങ്ങിയിട്ടുണ്ട്. അതേട്ടാ, ആ വനദേവിയുടെ കരുണ കാരണം തേനും പെട്ടെന്ന് വിൽക്കുന്നു. പിന്നെ ടോണിയും നല്ല സന്തോഷവാനാണ്. അവന്റെ കാരണം കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾ നമ്മളൊരു തലവനോട് സംസാരിച്ച് ആ ആടുകൾ തിരിച്ചു വാങ്ങിക്കൊണ്ടുവരൂ. ഞാൻ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി നാളെ മുതലാളിയുടെ അടുത്ത് ഒന്ന് പോയി സംസാരിക്കണം. എന്താ സഞ്ജയ്, എന്താണ് കാര്യം? എപ്പോഴാണ് നിനക്ക് ആ തേൻകൂട് കിട്ടിയോ? പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ഇല്ല മുതലാളി, കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. അത് ശരി, എന്താണെന്ന് കാര്യം പറ. മുതലാളി, നിങ്ങൾക്ക് എന്നെ അറിയാം. ഞാൻ ആടുകൾ കുറെ വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ വെച്ചതാണ്. ശരി, അത് തിരിച്ച് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾ വീണ്ടും എൻ്റെ കയ്യിൽ വിറ്റ് കഴിഞ്ഞാൽ അതെനിക്ക് വളരെ ഉപകാരമായിട്ടുണ്ടാവും. ആദ്യം നീ വിറ്റിട്ട് പോയി, പിന്നെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് തിരിച്ചു ചോദിച്ചാൽ എന്ത് ചെയ്യാനാ? നിങ്ങളൊന്ന് സമ്മതിക്കണം മുതലാളി, ദയവായിട്ട്. ഞാൻ 2 മടങ്ങ് നിങ്ങൾക്ക് കാശ് തന്നേക്കാം. അതുമാത്രമല്ല, ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഏതോ സ്ഥലം വെക്കുന്നുണ്ടോ അല്ലേ? അതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ വന്നത്. അങ്ങനെയാണോ? സ്ഥലത്തിന് വേണ്ടി വന്നതാണോ? നിനക്കെന്താ കുറെ കാശ് വരുന്നുണ്ട് സഞ്ജയ്? നല്ലത്. നീ ആടൊക്കെ എത്ര എനിക്ക് വിറ്റോ, നീ ആ കാശ് തന്നെ വാങ്ങിച്ചോളൂ. പിന്നെ ആ സ്ഥലത്തിനെ പറ്റി വിൽക്കാൻ വേണ്ടിയുള്ള കാര്യം ഞാൻ നിന്റെ വീട്ടിലേക്ക് തന്നെ വന്നേക്കാം. അത്യാഗ്രഹിയായ അദ്ദേഹം ആടുകൾക്ക് ഡബിൾ മടങ്ങ് കാശ് വാങ്ങിയില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം സഞ്ജയ് ഒരു കൈനാട്ടാണെന്ന്. പിന്നെ ഈ കാശ് സഞ്ജയ് അദ്ദേഹം പറ്റിച്ച് എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങിക്കുന്നതായിരിക്കും. ഇവിടെ നോക്ക്. നിങ്ങൾ തിരിച്ചെത്തിയോ? തലവൻ എന്താ പറഞ്ഞത്?
മുതലാളി സമ്മതിച്ചു കഴിഞ്ഞു. പിന്നെ ആ ആടിനൊക്കെ 2 മടങ്ങ് കാശും വേണ്ടെന്ന് പറഞ്ഞു. ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. അത്യാവശ്യമായ സമയത്ത് മനഃപൂർവ്വം കാശ് കുറച്ചു നൽകി. ഇപ്പോൾ കാശുള്ളപ്പോൾ നമ്മളോട് കരുണ കാണിക്കുന്നു. കൊള്ളാലോ ഇത്. ഇതാണ് തലവര എന്ന് പറയുന്നത്. ഒരു പ്രശ്നമല്ല, നാളെ നമുക്ക് ആ സ്ഥലത്തിന്റെ പേപ്പറും വന്ന് കിട്ടും. നീ പണം എടുത്ത് തയ്യാറായിട്ട് വെച്ചോ. മുതലാളി നാളെ വീട്ടിൽ നമുക്ക് വേഗം തന്നെ ഇവിടെ വന്ന് ചേരും. പിന്നെ ആടുകളും കൊണ്ടുവരും. ഞാൻ കാശ് എടുത്തു വെക്കാൻ ചേട്ടാ. അടുത്ത ദിവസം തലവൻ സഞ്ജയുടെ 2 ആടുകളും പിന്നെ നിലത്തിന്റെ പത്രവും കൊണ്ടുവന്നു. സഞ്ജയ്, മുതലാളി അകത്തേക്ക് വരൂ, അകത്തേക്ക് വരൂ. രൂപ, മുതലാളിക്ക് വേണ്ടി നല്ല അടിപൊളി ഒരു ചായ ഉണ്ടാക്കിട്ട് വാ. എന്റെ പൊന്നോ, ഈ വീട് വളരെ ഭംഗിയായിട്ടുണ്ടല്ലോ. വളരെ നല്ലത് മുതലാളി. തരൂ. ഞാൻ എവിടെയാണ് കൈനാട്ട് വെക്കേണ്ടത്? പറയൂ. ഇവിടെയാണ് വെക്കേണ്ടത്. നല്ലോണം വായിച്ചു നോക്കിക്കോ. എന്താ മുതലാളി ഇങ്ങനെ പറയുന്നത്? ഞാനൊരു പഠിക്കാത്തവനല്ലേ. പിന്നെ ടോണിക്ക് ഇന്ന് വായിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ ആടിനുള്ള കാശ് പണം എടുത്തോളൂ മുതലാളി. സ്ഥലത്തിന്റെ പണവും ഉണ്ട്. ഇതാ എടുത്തോളൂ. പേപ്പർ തന്നേക്ക്. പേപ്പർ ഞാൻ നാളെ തന്നേക്കാം. ഇന്ന് ഇത് ചില പേർക്ക് കാണിക്കാനുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ തന്നെ മുതലാളി. അടുത്ത ദിവസം രാവിലെ സഞ്ജയുടെ വീടിന്റെ വാതിൽക്കൽ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ നിൽക്കുകയായിരുന്നു. പിന്നെ തലവൻ എല്ലാരോടും ആ പത്രം കാണിച്ചു. ഇപ്പോ ഈ വീട് എനിക്കാണ് സ്വന്തം. ഇന്നലെ തന്നെ ഞാൻ സഞ്ജയനടുത്ത് നിന്ന് പേപ്പറിൽ വാങ്ങിയിട്ടുണ്ട്. എന്താ കാര്യം? നിങ്ങൾ എല്ലാരും എന്റെ വീടിന് മുമ്പിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ഷടാ, എന്താ സഞ്ജയ് ചേട്ടാ, നിങ്ങൾ ഈ ദൈവം വരമായിട്ട് തന്നിരിക്കുന്ന വീട് പണത്തിന് ആഗ്രഹിച്ച് നിങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ എന്റെ വീട് ആർക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടേ ഇല്ല. കള്ളം പറയില്ല സഞ്ജയ്. ഇന്നലെ നീ തന്നെയല്ലേ നിന്റെ ഈ പേപ്പറിൽ കൈനാട്ടിട്ട് എനിക്ക് തന്നിരിക്കുന്നത്? നീയല്ലേ തന്നത്? ഷടാ, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ അടുത്ത് സ്ഥലമല്ലേ വാങ്ങിച്ചിരിക്കുന്നത്. ആ സ്ഥലത്തിന് വേണ്ടിയുള്ള കാശ് ഞാൻ തന്നല്ലോ. ഇനി കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സഞ്ജയ്. ഇനി നിനക്ക് ഈ വീട് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ വീട് നീ എന്റെ പേരിൽ എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്തത് വളരെ മോശമാണ്. നിങ്ങൾ എന്നെ പറ്റിച്ചിട്ടാണ് എന്നെ പറ്റിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്റെ അടുത്തുനിന്ന് കൈനാട്ട് വാങ്ങിയിട്ട് നിങ്ങൾ എന്നെ പറ്റിച്ചിരിക്കുകയാണ്. നീ ഇത് ഒച്ചവെക്കുന്നുണ്ട് ഒരു ഭയണമില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് വീട് കാലിയിട്ട് പൊയ്ക്കോ. നാളെ തൊട്ട് ഞാൻ എവിടെയാ നിൽക്കാൻ പോകുന്നത്? സഞ്ജയ്, രൂപയും ടോണിയും കരയാൻ തുടങ്ങി. സഞ്ജയ് വേദന കൊണ്ട് തല കുനിച്ചു നിന്നു. അവരുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തെറിഞ്ഞു. തലവൻ അടുത്ത ദിവസം ആ വീട്ടിലേക്ക് വന്നു. ആ സഞ്ജയ് ഒരു വലിയ മണ്ടനാണ്. എനിക്ക് പൈസയും തന്നു, പിന്നെ ഒരു നല്ല വീടും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് തലവൻ ആ വീടിന്റെ കതകു തുറന്ന് അകത്തേക്ക് പോയി. അപ്പോഴാണ് ഒരുപാട് തേനീച്ചകൾ അദ്ദേഹത്തെ കൊത്താൻ തുടങ്ങിയത്. തലവൻ അവിടെ നിന്നും ഓടി. അച്ഛാ, അങ്ങോട്ട് നോക്കൂ. ആ തലവൻ വീട്ടിലേക്ക് കയറിയതും തേനീച്ചകൾ അദ്ദേഹത്തെ കൊത്താൻ തുടങ്ങി. ഇപ്പോൾ അദ്ദേഹം ചുറ്റി ചുറ്റി ഓടിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, തലവൻ കയ്യിൽ കൊണ്ടുവന്നില്ലേ ആ പത്രങ്ങൾ? അതും തേനീച്ചകൾ കൊണ്ടുപറക്കുന്നു. ഇതൊരു വലിയ അത്ഭുതമാണ്. ആ വനദേവത നമ്മളെ വീണ്ടും രക്ഷിച്ചു. അതിനുശേഷം തലവൻ മാപ്പ് ചോദിച്ചിട്ട് സഞ്ജയുടെ കാശ് തിരിച്ചു നൽകിയിട്ട് അവിടെ നിന്നും പോയി. അന്നു മുതൽ സഞ്ജയ്, രൂപ പിന്നെ ടോണി സന്തോഷത്തോടെ ആ തേൻകൂട്ട് വീടിൽ താമസിച്ചു.